വി കെ സനോജ്, പ്രതിപക്ഷ നിരക്ക് പ്രതിപക്ഷ ചേരിക്കൊക്കെ പൊതുവെയുള്ള ആരോപണമാണ് ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ആകെ തകർക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമായി കോൺഗ്രസിന് നേരെയുള്ള ഈ ആദായ നികുതി വകുപ്പ് നോട്ടീസിനെ നിങ്ങൾ കാണുന്നുണ്ടോ? അതോ കഴിഞ്ഞ ദിവസം ഗവർണർ മാസ്റ്റർ വാർത്താ സമ്മേളനം നടത്തിയിട്ട് നിങ്ങൾ ഈ ഇലക്ടറൽ ബോണ്ട് വഴി നേടിയെടുത്ത ആയിരക്കണക്കിന് കോടി രൂപ എവിടെ, ഇപ്പൊ കാശില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന ആ നിലപാടിൽ തന്നെ തുടരുകയാണോ? ഇത് വെറുമൊരു ആരോപണമായിട്ടല്ല CPIM ഈ വിഷയത്തെ കാണുന്നത്. ഇത് വളരെ കൃത്യമായും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ നിശബ്ദമാക്കാൻ വേണ്ടി BJP ആവിഷ്കരിച്ചിട്ടുള്ള കൃത്യമായ പദ്ധതിയാണ്. ഇപ്പം രാജ്യത്ത് ഈ അന്വേഷണ സംവിധാനങ്ങളെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കിയാൽ വളരെ കൃത്യമായും പ്രതിപക്ഷ പാർട്ടികളെ ഭീഷണിപ്പെടുത്താൻ, അതിൻ്റെ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ ചേരിയിലേക്ക് നിർത്തുകയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പിന്നെ ഇങ്ങനെയുള്ള പണം കൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ വിലക്ക് വാങ്ങുന്നു. ഇപ്പോൾ ഇവിടെ നോക്ക്, 138 കേസുകൾ ED രജിസ്റ്റർ ചെയ്ത 138 കേസുകൾ, അതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ആ 138 കേസിൽ 127 കേസും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്ക് നേരെയാണ്. ഇപ്പോൾ ഒടുവിൽ ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിട്ടിരിക്കുക. ഇപ്പം എന്താണ്, ഈ ചില ആളുകളെ സ്വാധീനിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പണം മാത്രമല്ല ഇവർ വാങ്ങുന്നത്, പണം വാങ്ങുന്നു എന്നത് മാത്രമല്ല മൊഴി കൂടി വാങ്ങുകയാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തി വാങ്ങിയ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്നത്. ഇപ്പോൾ P. ശരത്ചന്ദ്ര റെഡ്ഡി എന്ന ആളുടെ മൊഴിയാണ് കെജ്രിവാളിനെതിരായിട്ട് ഇവർ 100 കോടിയുടെ അഴിമതി ആരോപണം. കെജ്രിവാളിനെ കണ്ടു എന്ന് നേരത്തെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ കെജ്രിവാളിനെ കണ്ടിട്ടില്ല, പണം കൊടുത്തിട്ടില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞെങ്കിൽ കെജ്രിവാളിനെ കണ്ടു എന്ന മൊഴി കൂടി വാങ്ങി 6 മാസം അയാളെ പിടിച്ച് ജയിലിലിട്ട് അതിനുശേഷം അയാളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങി. ആദ്യം 5 കോടി വാങ്ങി, പിന്നെ 34.5 കോടി വാങ്ങി. അതും പോരാഞ്ഞിട്ട് മൊഴി കൂടി വാങ്ങി പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് വളരെ കൃത്യമായും പ്രതിപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ സംവിധാനത്തെയാകെ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ്. നിങ്ങൾ നോക്ക്, EDയെ ഇവര് ഗുണ്ടാപിരിവിനുള്ള സംഘമായിട്ടല്ല ഉപയോഗിക്കുന്നത്, തനി ഗുണ്ടാപിരിവല്ല ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര ഉദാഹരണങ്ങൾ. ഇപ്പം മരുന്ന് കമ്പനികളിൽ നിന്നാണ് മൊത്തം ബോണ്ടിൻ്റെ തുക പരിശോധിക്കുമ്പോൾ 7.4% പണം വാങ്ങിയത് മരുന്ന് കമ്പനികളിൽ നിന്ന്. മരുന്ന് കമ്പനികളോട് ഇത്രയും പണം വാങ്ങുമ്പോൾ ആരോഗ്യമേഖല ഉണ്ടാവുന്ന പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഒന്ന്, മരുന്നിൻ്റെ വില വർധനവ് ക്രമാതീതമായി ഉണ്ടാവുന്നു. മാത്രമല്ല നിലവാരമില്ലാത്ത മരുന്ന് ഉൽപ്പാദിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത് ജനങ്ങളെ കൊല്ലുകയാണ്. അപ്പം ഇത്തരം തെമ്മാടിത്തം, ഈ പണത്തിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും ചെയ്യാൻ മടിയില്ല എന്ന നിലപാടല്ലേ BJP തുടരുന്നത്. അപ്പം ശക്തമായി എതിർക്കേണ്ട, ശക്തമായി ഈ ജനാധിപത്യവാദികൾ ചെറുത്ത് തോൽപ്പിക്കേണ്ട ഒരു നിലപാടും നടപടിയുമാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾ കണക്കുകൾ നോക്ക്. ഇവിടെ മേഘ ഗ്രൂപ്പ് 980 കോടിയുടെ ബോണ്ടാ വാങ്ങിയത്. ആ 980 കോടി വാങ്ങിയിട്ട് എന്തൊക്കെയാണ് പ്രതിവാരം ചെയ്തത്? പ്രത്യുപകാരമായിട്ട് താന ബോരാവലി ഇരട്ട തുരങ്കപാത 14,400 കോടിയുടെ വർക്കാണ് 980 കോടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങി അവർക്ക് കൊടുത്തത്. ഇത് ഒരു കമ്പനിയുടെ മാത്രമല്ല, വ്യവസായികളെ ഭീഷണിപ്പെടുത്തുന്ന നിരവധി ഉദാഹരണം വേറെയുണ്ട്. ഹെറ്ററോ കമ്പനി, ഡ്രഗ്സ് കമ്പനിയാണ്, റെയ്ഡ് നടത്തിയിട്ട് 550 കോടിയുടെ കള്ളപ്പണം ഉണ്ടെന്ന് പറഞ്ഞു. തുടർന്ന് 55 കോടി എണ്ണി വാങ്ങി. ആര് വാങ്ങി? BJP വാങ്ങി. അതിനുശേഷം പിന്നെ ആ കമ്പനിയുടെ പേരുള്ള കേസുകൾ പിൻവലിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസമായി ചർച്ചകൾ നടത്തുകയാണല്ലോ. ഞാൻ അങ്ങോട്ട് നേരിട്ട് ചോദിച്ചത് കോൺഗ്രസിനെതിരായ ഈ നടപടി രാഷ്ട്രീയ ലക്ഷ്യമാണ് BJPയുടേത് എന്ന കാര്യം CPMന് അങ്ങനെ നിലപാടുണ്ടോ? കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി നേതൃത്വത്തിനെതിരായി BJP ഗവൺമെന്റ് കേന്ദ്ര അന്വേഷണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നീക്കങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ്. പക്ഷെ അതിനകത്ത് കോൺഗ്രസ് ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് ചില തെറ്റുകൾ ഏറ്റുപറയേണ്ടതുണ്ട്. എന്താ തെറ്റ്? ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ തന്നെ BJP വാങ്ങിയതിന്റെ ബാക്കി തുക ആര് വാങ്ങിയെന്ന് ചോദിച്ചാൽ അത് വാങ്ങിയത് കോൺഗ്രസ് ആണ്.
അപ്പൊ അഴിമതിക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട പ്രതിപക്ഷ പാർട്ടി നിലയിൽ കോൺഗ്രസിന് അത്തരം കാര്യങ്ങളിൽ BJP-യുമായി കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. അതല്ലേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഓക്കേ, ശരി. ഇപ്പൊ പാലക്കാട് ശരി. ഏറ്റവും ശ്രീ പ്രധാനപ്പെട്ട ഒരു ശ്രീ സ്ഥാപനം, ശബരിദാസ്, ഒരു മിനിറ്റ് ഞാൻ അങ്ങനെ വരാം. അതുകൂടി പറയട്ടെ. ശരി, പെട്ടെന്ന് പൂർത്തിയാക്കൂ. പാലക്കാട് പ്രതിരോധ മേഖല ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം അതിപ്പോ മേഘാ ഗ്രൂപ്പിന് കൈമാറാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇന്നലത്തോടുകൂടി തീരുമാനം ഘടിപ്പിച്ചിരിക്കുക. ആ മേഘാ ഗ്രൂപ്പ് BJP-ക്കും പണം കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസിനും പണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനം ഏതാണ്ട് 19,000 കോടി ആസ്തിയുള്ള പൊതുമേഖലാ സ്ഥാപനം വലിയ ഒരു ഗ്രൂപ്പിന് കൈമാറുമ്പോൾ, സ്വകാര്യ മേഖല കൈമാറുമ്പോൾ കോൺഗ്രസ് നേരത്തെ തന്നെ അവരിൽ നിന്ന് പണം വാങ്ങിയത് എത്ര ലജ്ജാകരമാണ്. ഇലക്ട്രൽ ബോണ്ട് വഴിയിൽ വാങ്ങിയത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ കള്ളപ്പണത്തിന്റെ ഈ അഴിമതിയുടെ വിവരങ്ങൾ ഈ രാജ്യത്ത് അറിയിക്കാൻ വേണ്ടി CPIM ആണ് ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയത്. CPIM അതിനകത്ത് ഇടപെടൽ നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും പുറം ലോകം അറിയാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിനും BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നീക്കങ്ങളെ ആത്മാർത്ഥമായി ചെറുക്കാൻ വേണ്ടി കഴിയില്ല. ഇനി അതിന്റെ പേരിൽ നിങ്ങൾ തർക്കത്തിലേക്ക് പോകേണ്ടതില്ല.